ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഓണസദ്യ ഒന്ന് കളർഫുള്ളാക്കണമെങ്കിൽ ബീട്രൂട്ട് പച്ചടി തന്നെ വേണം അല്ലേ? അപ്പോൾ ഇന്നത്തെ റെസിപ്പി ബീട്രൂട്ട് പച്ചടി തന്നെ ആവാം. വളരെ സിമ്പിളായിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടും ഈ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്കൊന്ന് കാണാം. അതിനായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നന്നായി കഴുകി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീട്രൂട്ട് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി ഇട്ട് കൊടുക്കാം. 2 പീസ് വെളുത്തുള്ളിയും ഇതിൻ്റെ കൂടെ 2-3 ചെറിയുള്ളി ചെറുതായി കട്ട് ചെയ്തും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3 പച്ചമുളക് ഉണ്ട്, അതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു തണ്ട് വേപ്പിലയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ കടുകും ഒരു നുള്ള് നല്ല ജീരകം, അതായത് ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇതാ ഈ ഒരു രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് ഇതിലെ വെള്ളമൊക്കെ വറ്റി ഈ ഒരു പരുവത്തിൽ വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇതിനി ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഒരു 3-4 മിനിറ്റോളം കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തൈരാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതിനായിട്ടൊരു 1/4 കപ്പോളം കട്ട തൈരാണ് എടുത്തിരിക്കുന്നത്. കട്ടയൊന്നുമില്ലാതെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഈ തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ പുളിയുള്ള തൈരായിരിക്കണം, അതാണ് നമ്മുടെ പച്ചടിക്ക് ടേസ്റ്റ് കിട്ടുന്നത്. തൈര് ഒഴിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കണം. അതിനായിട്ടൊരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് ഒരു നുള്ളു ഉലുവായും കൂടി ഇട്ട് കൊടുക്കാം. ഇനി 2-3 വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പച്ചടിയാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.